ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആര് പറഞ്ഞിട്ടാ വിനുവേട്ടൻ ഈ കുറ്റം ഏറ്റെടുത്തത്? ഒഴിഞ്ഞു മാറരുത്. ആരുടെ ഭീഷണി ഭയന്ന ഈ കുറ്റം ഏറ്റെടുത്തത്? എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ. പറ വിനുവേട്ട. ആരുടെയും ഭീഷണിയില്ലാതെ വിനുവേട്ടൻ സ്വയം കുറ്റം ഏറ്റെടുത്തതാണെന്നോ? കള്ളം പറയരുത്. അങ്ങനെ ഒരു കാരണമില്ലാതെ ചെയ്യാത്ത കുറ്റം ഏറ്റെടുത്ത് വെറുതെ തല്ലുകൊള്ളേണ്ട ഒരു കാര്യമില്ല വിനുവേട്ട. മറ്റാരുടെ നിർബന്ധം മൂലം ഇത് ചെയ്തിരിക്കുന്നത്? പറ വിനുവേട്ട, ആരിതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നത്? പ്ലീസ് എന്നോട് സത്യം പറയാ. സത്യം പറയില്ലല്ലേ? എന്നെ വേദനിപ്പിച്ച് അടങ്ങുന്ന നിർബന്ധമാണെങ്കിൽ ഞാനൊരു സത്യം അങ്ങോട്ട് പറയാം. രാജീവിനെ കാറടിച്ച് കൊലപ്പെടുത്തിയത് ഞാനാ, വിനുവേട്ടനല്ല. അതെ, അതാണ് സത്യം. അന്ന് പഞ്ചായത്ത് ഓഫീസിലെ പാർട്ടി മീറ്റിങ്ങിന് അത്യാവശ്യമായിട്ട് എത്തേണ്ട ആവശ്യം അച്ഛനുണ്ടായിരുന്നു. ഓവർ സ്പീഡിൽ കാർ ഓടിച്ചത് ഞാനായിരുന്നു. വന്ദനെ താലി കെട്ടാൻ കല്യാണ ഓഡിറ്റോറിയത്തിലേക്കുള്ള യാത്രയിലായിരുന്നു രാജീവ്. അന്ന് നല്ല മഴയായിരുന്നു. അച്ഛന്റെ നിർദ്ദേശപ്രകാരം ഓവർ സ്പീഡിലാണ് ഞാൻ വണ്ടി ഓടിച്ചിരുന്നത്. പെട്ടെന്ന് എന്റെ കാറിന്റെ നിയന്ത്രണം വിട്ട് രാജീവന്റെ കാറിൽ വന്നിടിച്ചു. ആ ആക്സിഡന്റിലാണ് രാജീവും അമ്മയും കൊല്ലപ്പെട്ടത്. ഞാനാണ് കുറ്റവാളി. ഞാൻ മാത്രമാ. ഇല്ല, അങ്ങനെ ചെയ്യാത്ത കുറ്റം ഏറ്റെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. വളരെ വളരെ വൈകിയ ഞാൻ ഈ സത്യം അറിഞ്ഞത്. അന്ന് കാറിൽ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ്റെ നാവെന്ന് കേട്ടപ്പോഴാണ് എനിക്ക് സത്യം ബോധ്യപ്പെട്ടത്. കുറ്റം ഏറ്റെടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സ് നീറി കഴിയായിരുന്നു ഞാൻ. ഇനിയും എനിക്ക് വയ്യ. എന്റെ മനസ്സാക്ഷിയോടെ എനിക്ക് നീതി പുലർത്തണം. അതുകൊണ്ട് വിനുവേട്ട, ഞാൻ ഈ കുറ്റം ഏറ്റെടുക്കാൻ പോവാ. വിടു വിനുവേട്ട. വിടു വിനുവേട്ട. വിട് വിനുവേട്ട. വിടാൻ. വന്ദനയും ദൈവമോളെ സംരക്ഷിക്കാൻ ഞാൻ പുറത്ത് നിൽക്കണമെന്നല്ലേ വിനുവേട്ടൻ ഇപ്പൊ പറഞ്ഞത്. അങ്ങനെ പുറത്തു നിന്ന അകത്ത് കിടക്കുന്നത് സത്യമായിരിക്കും. സത്യത്തിനെ തടവിലാക്കിയുള്ള ഒരു കുടുംബജീവിതം അതിനെനിക്കാവില്ല. മാനത്തെ കൊട്ടാരം